ഇറാനെതിരായ നീക്കങ്ങളിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം 10 ദിവസത്തേക്ക് നിർത്തിവയ്ക്കുന്നതായി ട്രംപ്. നിലവിൽ ഇറാൻ അനുമതി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അതേസമയം ഇറാൻ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയുള്ള അതിശക്തമായ ആക്രമണം തുടരുകയാണെന്നും ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ആവർത്തിച്ചു. വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നിലവിലത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ 10 ദിവസത്തേക്ക് കൂടി ആക്രമണം ഉണ്ടാകില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. അഞ്ജന, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ 5 ദിവസത്തേക്ക് ആക്രമണം നിർത്തിവെക്കുന്നതായി ട്രംപ് അറിയിച്ച അതേ മേഖലയിൽ തന്നെ ആക്രമണം തുടരില്ല എന്നൊരു നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇറാന്റെ ഊർജ്ജോൽപാദന സംവിധാനങ്ങളും പവർ ഗ്രിഡ് സംവിധാനങ്ങളും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടി ആ മേഖലകളിൽ ആക്രമണം നടത്തില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ കുറിപ്പിൽ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കർശനമായ നടപടികൾ തുടരുമെന്നും ഇറാന്റെ സൈനിക സംവിധാനങ്ങളെ തകർക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും നേരത്തെ, അതായത് ഇന്നലെ മാർക്കോ റൂബിയോ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കൃത്യമായ നീക്കങ്ങൾ നടത്തുമെന്ന സൈനിക തരത്തിലുള്ള നീക്കങ്ങൾ സൈന്യത്തിനെതിരെ തുടരുകയും അതേസമയം മറ്റു തരത്തിലുള്ള നീക്കങ്ങൾ, അതായത് ഇറാന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ തകരുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കും. ആ നീക്കങ്ങൾ 10 ദിവസത്തേക്ക് കൂടി തുടരുമെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. കടുത്ത നടപടികളിലേക്ക് അമേരിക്ക പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വശത്ത് ചർച്ച ഒരു വിഭാഗവുമായി അല്ലെങ്കിൽ ഒരു സംവിധാനവുമായി നടത്തുകയും മറ്റൊരു സംവിധാനവുമായി കൃത്യമായ നീക്കങ്ങൾ നടത്തുന്ന ഒരു തന്ത്രമാണ്, യുദ്ധതന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പിന്തുടരുന്നത്. IRGCക്കും അതുപോലെ തന്നെ മിലിറ്ററി സംവിധാനങ്ങൾക്കുമെതിരെ അതിശക്തമായ ആക്രമണം നടത്തുക. ഇന്നലെ തന്നെ IRGC കമാൻഡർ കൊല്ലപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കടുത്ത നീക്കങ്ങൾ ഒരു വശത്ത് നടത്തുകയും അതേസമയം പശ്ചാത്തല സൗകര്യങ്ങൾ, അതായത് ഊർജ്ജോൽപാദന കേന്ദ്രങ്ങളും മറ്റു സംവിധാനങ്ങളൊന്നും തകർക്കാതിരിക്കുകയും ചെയ്യുക എന്ന കൃത്യമായ നിലപാട് ട്രംപ് സ്വീകരിക്കുന്നു. മാത്രമല്ല, ചർച്ചകൾക്ക് തയ്യാറായി ഇറാൻ വന്നിരിക്കുന്നു എന്ന് ആവർത്തിക്കുകയാണ് ട്രംപ് പലതവണ. ഇന്നലെയും അത് പറഞ്ഞിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് 5 ദിവസത്തേക്ക് ഈ ആക്രമണം നിർത്തിവെക്കുന്ന ഒരു നിലപാട് അറിയിക്കുമ്പോഴും വിശദീകരിച്ചത് ചർച്ചകൾക്ക് തയ്യാറായി ട്രംപ് ഇറാൻ വരുന്നു എന്നാണ്. ഇറാന്റെ യഥാർത്ഥ ചർച്ചകൾ നടത്താൻ അധികാരമുള്ള വിഭാഗവുമായി തങ്ങൾ ചർച്ച നടത്തുന്നുവെന്നും ആ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ 10 ദിവസത്തെ ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുന്നതും ആ ചർച്ചകൾ തുടരുന്നു എന്ന് പറയുന്നതും ഇറാന്റെ നിലവിലെ മിലിറ്ററി സംവിധാനങ്ങൾ, IRGC ഉൾപ്പെടെയുള്ള മിലിറ്ററി സംവിധാനങ്ങൾക്കെതിരായ നീക്കങ്ങൾ തുടരുകയും അതേസമയം മറ്റൊരു വഴിയിൽ ചർച്ച തുടരുകയും ചെയ്യുക എന്ന തന്ത്രപരമായ നീക്കം നടക്കുന്നുവെന്ന് കൃത്യമായി തെളിയിക്കുന്നതാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ സമൂഹ മാധ്യമ പോസ്റ്റ്. ഇറാനെതിരായ നീക്കങ്ങളിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഗവൺമെന്റ് അഭ്യർത്ഥന പ്രകാരം ഊർജ്ജോൽപ്പന്ന കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം 10 ദിവസത്തേക്ക് നിർത്തിവെക്കുന്നതായാണ് ട്രംപ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.